ഇപ്പോൾ ഈ ഒരു 100 രൂപയുടെ ഒരു എഗ്രിമെൻ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ NM വിജയനും അതോടൊപ്പം ഈ പറയുന്ന പീറ്റർ മാഷും തമ്മിൽ എഴുതിയൊരു എഗ്രിമെൻ്റാണ്. അതിൽ താങ്കളുടെ പേര് കൃത്യമായി പറയുന്നത് കഴിഞ്ഞ 2019 ഒക്ടോബർ മാസത്തിലുള്ളതാണ്. അതിൽ കോൺഗ്രസ് ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലേക്ക് പീറ്റർ മാഷുടെ മകന് വേണ്ടിയിട്ട് ആദ്യം വരുന്ന നിയമനം അത് IC ബാലകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം 10 ലക്ഷം രൂപ കൊടുത്തു, 30 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള രീതിയിലൊരു എഗ്രിമെൻ്റ് ആവുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് MLAക്ക് പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ 2016 മുതൽ 2021 വരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി DCC പ്രസിഡൻ്റായി എന്നെ ചുമതലപ്പെടുത്തി. മാത്രമല്ല നീതിപൂർവം പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ്. ആരാണ് ഈ പീറ്റർ മാഷ്? പീറ്റർ മാഷിന് അറിയില്ല. ആരാണ് ഈ പീറ്റർ മാഷ്? എനിക്കറിയില്ല. NM വിജയനും പീറ്റർ മാഷായിട്ട് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഞാനൊരു സാമ്പത്തിക ഇടപാടിനൊരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂട്ടുനിൽക്കുക? അത് നീതിക്ക് നിരക്കാത്തതാണ്. നീതിപൂർവം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെയും ഒപ്പം DCC പ്രസിഡന്റിൻ്റെയും നിർദ്ദേശപ്രകാരം ഖജാൻജിയായ NM മാഷ് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് പീറ്റർ മാഷുമായിട്ട് ഉണ്ടാക്കിയ എഗ്രിമെൻ്റ്. ഞാൻ എൻ്റെ പേരിൽ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പണം കൊടുക്കുന്ന പീറ്റർ മാഷ് എന്നെ വിളിച്ച് ചോദിക്കേണ്ട കടമ അദ്ദേഹത്തിനില്ലേ? മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ NM വിജയൻ്റെ ഫോൺ കോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സമഗ്രമായ അന്വേഷണം വേണം. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട DCC പ്രസിഡൻ്റാണ് ഞാൻ, ഉത്തരവാദിത്തപ്പെട്ട ബത്തേരി MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. അപ്പോൾ എന്നോട് ചോദിക്കേണ്ട ഒരു മര്യാദ ഇല്ലേ? ഇതൊക്കെ വ്യാജമായി ഉണ്ടാക്കുന്ന എഗ്രിമെൻ്റ് വെച്ച് ചില ഉപജാതക സംഘം പൈസ തട്ടുകയാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ, ഇങ്ങനെയുള്ള വ്യാജമായ നിലപാടുകൾ അടിസ്ഥാനരഹിതമാണ്. മാത്രമല്ല ഞാൻ ഇപ്പോൾ പറയുന്നു, ഈ അർബൻ ബാങ്കുമായുള്ള നിയമനമായുള്ള കൊള്ള അവസാനിപ്പിക്കണമെന്ന് ഞാൻ തന്നെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരിക്കെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പരാതി KPCC പരിശോധിച്ച് KPCC കൃത്യമായി നടപടി രണ്ടോ മൂന്നോ പേരിൽ നടപടി സ്വീകരിച്ചത്. ഇതിപ്പോൾ താങ്കളുടെ നിർദ്ദേശപ്രകാരവും ഒപ്പം വയനാട് DCC അധ്യക്ഷനും രണ്ടാളുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഖജാൻജി ആയിരുന്ന NM വിജയൻ ഈ പീറ്റർ മാഷ് എന്ന് പറയുന്ന ആളുമായിട്ട് എഴുതി 30 ലക്ഷം രൂപ കൈപ്പറ്റി ബോധ്യപ്പെട്ടു എന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് ആണ്. ഇങ്ങനൊരു എഗ്രിമെൻ്റ് ഇതുവരെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉള്ളതുള്ള പോലെ ഞാൻ പറയും. ഇപ്പോൾ നടന്ന സംഭവം ഉണ്ടല്ലോ, അത് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളാണ് ഞാൻ. നീതി ലഭിക്കണം. അങ്ങനെ ഉദ്യോഗാർത്ഥികളെടുത്ത് പണം വാങ്ങി കബളിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഇടപാടുകൾ നിർത്തണം. ഇനി ഞാനാണ് തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടണം. ഞാനാണ് തെറ്റ് ചെയ്തെങ്കിൽ. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണം. പാർട്ടി തലത്തിൽ ഇത് അന്വേഷണം നടത്തി 2 പേർക്കെതിരെ നടപടി സ്വീകരിച്ചതാ. ഈ വ്യാജമായുള്ള എഗ്രിമെൻറ്റുകൾ, വ്യാജമായുള്ള കത്തുകൾ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടി സ്വീകരിച്ചത്. ഞാൻ തിങ്കളാഴ്ച വയനാട് SP കണ്ട് NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള വ്യാജമായ ലെറ്ററുകൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള അടിസ്ഥാനപരമായ വാർത്തകൾ കൃത്യമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് SP നേരിൽ കണ്ട് കത്ത് നൽകാൻ പോവുകയാണ്. ഞാനൊരു ജനപ്രതി എന്ന നിലയ്ക്ക് നീതിക്ക് നിരക്കാത്ത ഒരു കാര്യവും ഈ 13 വർഷകാലമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇത്തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഈ വാർത്ത എൻ്റെ പക്ഷം കേൾക്കാതെ താങ്കളുടെ പക്ഷം കേൾക്കാനാണല്ലോ ഞങ്ങൾ വന്നത്. വിടുന്നതിൽ ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് ഞാൻ ഖേദിക്കുന്നു. ഈ എഗ്രിമെന്റ് പീറ്റർ മാഷ് എൻ്റെ അടുത്തേക്ക് വരട്ടെ. പീറ്റർ മാഷ് ഞാനുമായിട്ടുള്ള ബന്ധം 2019 ഒക്ടോബറിൽ ഇറങ്ങിയ ഒരു എഗ്രിമെന്റിന്റെ കോപ്പിയാണ്. ഇതുവരെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ഇലക്കുള്ള സാധനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതിന്റെ കോപ്പി എനിക്ക് തന്നാൽ ഇതും കൂടി വെച്ച് ഞാൻ SP കൈമാറും. നിയമപരമായിട്ട് അന്വേഷണം നടക്കട്ടെ. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ അർബൻ ബാങ്കിലെ നിയമനം അനധികൃതമായ നിയമനത്തിന് വേണ്ടി പണം വാങ്ങുന്നതൊക്കെ ചൊല്ലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടപാടുകളെ പറ്റി താങ്കളുടെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല? എൻ്റെ ശ്രദ്ധയിൽ ഈ നിമിഷം വരെ പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തെളിയിക്കുന്നതിന് വേണ്ടി സമഗ്രമായ അന്വേഷണം
അതിൻ്റെ അകത്തുണ്ടാകുമെന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. എൻ്റെ കൈ ഇന്നും ശുദ്ധമാണ്. എൻ്റെ കൈ ഇന്ന് ശുദ്ധമാണ്. മടിയിൽ കനമുണ്ടെങ്കിൽ മാത്രം ആരെയും ഭയപ്പെടേണ്ടതുള്ളൂ. ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ എനിക്കെതിരെ റിപ്പോർട്ടുകൾ ഇറക്കുന്നവരെ ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ ഭയപ്പെടുന്നില്ല. ഞാൻ നീതിക്ക് വേണ്ടി അന്വേഷണ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുന്നില്ല. എൻ്റെ ഭാഗം ഇന്ന് ക്ലിയറാണ്. അത് എവിടെയും പറയാൻ തയ്യാറാണ്. ഇനി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ശിക്ഷിക്കപ്പെടണം. അതാണ് വേണ്ടത്. അല്ലാതെ വ്യാജമായുള്ള പരാതികളും പ്രചരണങ്ങളും വാർത്തകളല്ല ശരിയെന്ന് പറയുന്നത്. 1.5 കോടി രൂപയിൽ 1 കോടി 10 ലക്ഷം രൂപ MLA-ക്കും 20 ലക്ഷം രൂപ DCC പ്രസിഡന്റും 20 ലക്ഷം രൂപ അദ്ദേഹവും കൈപ്പറ്റി എന്നുള്ള രീതിയിലൊക്കെ ബത്തേരിക്കില്ല കോൺഗ്രസ്സുകാർക്കിടയിലൊക്കെ പറയുന്നത്. അങ്ങനെ ഒന്നും താങ്കൾ ഞാൻ ചോദിക്കട്ടെ, തെളിയിക്കപ്പെടണ്ടേ? അങ്ങനെ ഒരു ഇടപാടുകൾ നടത്തിയാൽ മാത്രമേ ഞാൻ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. ഈ 1 കോടി ഏത് ഉദ്യോഗാർത്ഥിയാണ് വാങ്ങിയത്? ആ ഉദ്യോഗാർത്ഥി വരട്ടെ. ആര് മുഖാന്തരമാണ് ഇടപാട് നടത്തിയത്? അവർ വരട്ടെ. അതല്ലേ വേണ്ടത്. വ്യാജമായി ഒരാൾ തകർക്കുന്നതിന് വേണ്ടി ചില ലോബികൾ ഇറക്കുന്ന, ഉപജാതക സംഘങ്ങൾ ഇറക്കുന്ന ഇത്തരത്തിലുള്ള വ്യാജമായ പ്രചരണങ്ങളും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും അവസാനിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ വാദം. ഇതിനു വേണ്ടിയാണ് ഞാൻ SP കാണുന്നത്.